കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ മിഥുൻ എന്ന് പറഞ്ഞ കുട്ടി ഇന്നലെ ഷോക്കേറ്റ് മരിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ കേരളത്തിലെ എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും ഫിറ്റ്നസ് പരിശോധന നടക്കാൻ പോവുകയാണ്. ഇവിടെ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും അപകടം സംഭവിക്കണം, ആരെങ്കിലുമൊക്കെ മരിക്കണം, വലിയ ദുരന്തങ്ങൾ സംഭവിക്കണം, ഓരോ കാര്യങ്ങൾ പരിശോധിക്കാം. നമ്മൾ കാലങ്ങളായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ ഒരു കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക അവസ്ഥ എന്താണ്. ഫിറ്റ്നസ് പരിശോധിക്കുന്ന സമയം ഇതാണോ? ഇത് അറ്റ്ലീസ്റ്റ് ഈ ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് ഒക്കെ നോക്കണ്ടേ? ഇവർ ഈ ബസ്സുകളുടെയൊക്കെ ഫിറ്റ്നസ് നോക്കുന്നുണ്ടല്ലോ, ഇല്ലേ? എന്തുകൊണ്ട് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉണ്ടോ നോക്കാത്തത്? ഇവിടെ ഇപ്പോൾ അപകടം ഉണ്ടായതുകൊണ്ടാണ് അവിടുത്തെ ഈ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതുപോലെ ഒരു സുരക്ഷയും ഇല്ലാത്ത രീതിയിൽ KCB ലൈൻ വലിച്ചേക്കുന്നത് കാണുന്നു. ഇനി എത്ര സ്കൂളുകളുണ്ട് ഇന്നും ഒരു പരിശോധിക്കും പറയാം. ഇപ്പോൾ ഇങ്ങനെ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് പല ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാം, അങ്ങനത്തെയൊക്കെ സ്ഥിരം ഇടപാടുകളാണല്ലോ. ഓരോരുത്തർ ഇങ്ങനെ മരിക്കുമ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, സർക്കാർ ജോലി കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇവർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന് ഉത്തരവാദികളായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടായിരിക്കണം, അല്ലാതെ പൊതു ഖജനാവിൽ നിന്നായിരിക്കരുത്. ഈ പറയുന്ന KCB ഉദ്യോഗസ്ഥർ, ഈ സ്കൂളിലെ മാനേജ്മെൻറ്റ്, PTA ഇവരുടെ കയ്യിൽ നിന്ന്, ഇവരുടെ ശമ്പളത്തിൽ നിന്നും പൈസ പിടിച്ചെടുത്തിട്ട് വേണം വീട് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ. എങ്കിലേ ഇതിനകത്തൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് എന്ത് സംഭവിക്കാനാണ്? 3 മാസം സസ്പെൻഡ് ചെയ്യുകയും കൂടി വന്നാൽ, അല്ലെങ്കിൽ അവിടുന്ന് എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും, കഴിഞ്ഞില്ലേ അവരുടെ ശിക്ഷ കാര്യങ്ങൾ. ഈ പറഞ്ഞ പോയ സ്ഥലത്ത് ഇവർ തന്നെയല്ലേ ചെയ്യുക. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മര്യാദയ്ക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിൻ്റെ പഴയ കെട്ടിടം ഇടിഞ്ഞു വേണ്ടിയിട്ടാണ് ഒരാൾ മരിച്ചത്. ഇതിപ്പം സ്കൂളും. ഇനി നാളെ എന്താ ഇടിഞ്ഞു വീഴുന്നതെന്ന് അറിയത്തില്ല. ആ അവസ്ഥ നല്ലതൊന്നും പറയില്ല കേട്ടോ.